ഹലോ ഓൾ, ഇത് നമ്മളുടെ ആരി എംബ്രോയ്ഡറിയുടെ 7th ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരി എംബ്രോയ്ഡറിയുടെ തന്നെ ഡബിൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ദാ ഇവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് ഹാൻഡിൽ ചെയ്യാനുള്ള നീഡിലും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ ആ ലെങ്ത്ത് നമ്മൾ ആദ്യം എടുക്കുക. ഇപ്പം ഞാൻ ദാ ഇവിടെ 2 സ്ട്രാൻഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക എൻ നോട്ട്, അതായത് അടിയിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്കിനി ചെയിൻ സ്റ്റിച്ച് ഇട്ട് എടുക്കാം. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് ഇടുമ്പോൾ എന്താ വെച്ചാൽ എന്താ പറയുക, ഒരുപാട് വലിയ ചെയിൻ വേണ്ട, ചെറിയ ചെറിയ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യേണ്ടത് എന്നെല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ചെയിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട്. ഇപ്പോൾ ആ എൻഡ് ഓഫ് ദി ഡിസൈനിൻ്റെ ആ ഇത് വരുന്നവരൊന്ന് നോക്കി നോക്കൂ. ഓക്കെ, ഇപ്പം നമ്മൾ ആ എൻഡ് പോയിന്റിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ഒരു ചെറിയ ലോക്ക് സ്റ്റിച്ച്, ചെറിയ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് നീഡിൽ നേരെ തിരിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അടുത്ത ചെയിൻ സ്റ്റിച്ചും കൂടി ഇടുക. അപ്പോൾ ഇങ്ങനെ 2 ചെയിൻ അടുപ്പിച്ച് വരുന്ന ഇതിനെയാണ് നമ്മൾ ഡബിൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ബ്ലൗസസിൻ്റെ അതുപോലെ സൽവാറിൻ്റെ ഒക്കെ നെക്ക് ലൈൻസ്, സ്ലീവ്സിലൊക്കെ നമ്മൾ ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, സിംഗിൾ ചെയിൻ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഡബിൾ ചെയിൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയുക ഹൈലൈറ്റഡ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ അടുപ്പിച്ച് അത് ആദ്യം നമ്മളിട്ട് ചെയിൻ സ്റ്റിച്ചിൻ്റെ എത്രത്തോളം അടുത്ത് നമുക്ക് അടുത്ത ചെയിൻ സ്റ്റിച്ച് ഇടാൻ പറ്റും അത്രത്തോളം അടുത്ത് ഇടുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ വേറെ ഒന്ന് എന്താ വെച്ചാൽ നമ്മളുടെ ഈ ആരി എംബ്രോയ്ഡറിയിൽ ചെയിൻ സ്റ്റിച്ചാണ് ബേസ്. ഇപ്പം നമ്മൾ വൺസ് ചെയിൻ സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചസും നമുക്ക് ചെയ്യാവുന്നതാണ്. ഒക്കെ കുറച്ച് ഡിഫറൻസേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കി നോക്കൂ, ഞാൻ പറ്റുന്നതും വളരെ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ഒന്നും തന്നെ കാണുന്നില്ല. അതായത് ഫസ്റ്റ് ചെയിനും സെക്കൻഡ് ചെയിനും ഗ്യാപ്പ് ഒന്നും കാണാനേ പാടില്ല. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ സെക്കൻഡ് ചെയിൻ ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളുടെ ഈ ഇത് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആ പോയിന്റിൽ തന്നെ വീണ്ടും കുത്തിയിട്ട് നമ്മളൊരു നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നോട്ട് ഇടുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട് ഇട്ടിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ എക്സസൈസ് ആയിട്ടുള്ളത് നമ്മൾ അടിയിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആരി എംബ്രോയ്ഡറി പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.